വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ഡേ മൈ ലൈഫ് രാവിലെ തൊട്ട് ഈവനിങ് വരെയുള്ള ഒരു വിശേഷങ്ങളായിട്ടാണ്. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. രാവിലെ എണീറ്റാൽ ചെടികളൊക്കെ ഒന്ന് പോയി സന്ദർശിക്കും. അത് കഴിഞ്ഞിട്ടാണ് കുക്കിംഗ് വീഡിയോസിലേക്ക് കിടക്കുക. ഈ രാവിലെ തന്നെ ഈ ചെടികളൊക്കെ ഒന്ന് സന്ദർശിച്ചാണ്ടല്ലോ നമ്മൾ മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു സന്തോഷവും ഒരു ഉഷാറൊക്കെ കിട്ടും കേട്ടോ. അതാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. നമ്മൾ കഴിയുന്നതും സന്തോഷമുള്ള കാര്യങ്ങൾ രാവിലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഇത് ഇന്നത്തെ വിശേഷങ്ങളല്ല കേട്ടോ, സൺഡേ ആയിട്ടുള്ള വിശേഷങ്ങളാണ്. അപ്പോൾ രാവിലെ പാലപ്പേനും അതും പിന്നെ അതിലേക്ക് ഞാൻ ഈസ്റ്റ് കറിയായിട്ട് ഉണ്ടാക്കിയത്. ഈസ്റ്റ് കറിയും പാലപ്പും പിന്നെ കട്ടൻ ചായയും അങ്ങനെയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ ചെയ്യുക, ഈ ചെടികളൊക്കെ ഈ ഗ്ലാസ്സിലുള്ള ചെടികളൊക്കെ ഒന്ന് മാറ്റി റെഡിയാക്കും. അതൊക്കെ ഒരാഴ്ചയിലാട്ടോ ചെയ്യാറുള്ളൂ. സൺഡേ ആയതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യും. കാരണം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ദിവസമാണല്ലോ, കുട്ടികൾ സ്കൂളിൽ പോവാനില്ല, അങ്ങനെ അർജൻറ്റ് കൂട്ടി ജോലികളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴാണ് ഞാൻ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് ക്ലീനാക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ അറേബ്യൻ കബ്സ കേട്ടോ. അപ്പോൾ ആ കബ്സക്കുള്ള അരി കഴുകി വെള്ളത്തിലിട്ട് വെച്ചു. പിന്നെ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ തുടങ്ങി കേട്ടോ. അതിൻ്റെ ഇടയിൽ വീട്ടിലെ മറ്റു ജോലികൾക്കൊക്കെ പോകുന്നുണ്ട്. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. കബ്സ റെസിപ്പി പിന്നെ സിമ്പിളായിട്ടൊരു കബ്സ റെസിപ്പിയാണ് ഉണ്ടാക്കി. കബ്സ റെസിപ്പി പെട്ടെന്ന് തയ്യാറാക്കിയതാട്ടോ. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു, അതിലേക്ക് നമ്മൾ ഗ്രാമ്പൂ, ഏലക്കായ ഇതൊക്കെ ഇട്ടു, 2 സവാള ഇട്ടു, ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്തു. അതിലേക്ക് നമ്മൾ അതിലേക്ക് ചിക്കൻ മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ആ സമയം കൊണ്ട് സവാള വാടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതവിട്ടു. അതിലേക്ക് 2 ടൊമാറ്റോ അരച്ച് പാർന്നു. അതൊന്ന് ജസ്റ്റ് വാട്ടി കൊടുത്തിട്ട് നമ്മൾ അതിലേക്ക് മാഗി ക്യൂബ്, ഉണക്കനാരങ്ങ അത് 2 വീതം ഇട്ട് കൊടുത്തു. അതൊന്ന് ജസ്റ്റ് വാട്ടിയെടുത്തു. ഇത് ഞാൻ ഉണ്ടാക്കുന്ന രീതി കേട്ടോ, പെട്ടെന്ന് തയ്യാറാവും. അതിലേക്ക് നമ്മൾ ചിക്കൻ മസാല പുരട്ടി വെച്ചത് ഇട്ട് കൊടുത്തു. അതൊന്ന് മിക്സ് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തയ്യാറാവും കേട്ടോ ഇത്. അതിലേക്ക് നമ്മൾ കബ്സ മസാല ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ചിക്കൻ മസാല ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് വേണ്ടവർക്ക് ഇട്ടാൽ മതി, പക്ഷെ എനിക്ക് മസാല അധികം ഉള്ളതാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഈ മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ.
പിന്നെ അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ തിളച്ച വെള്ളം പാർന്ന് കൊടുക്കും. അതുപോലെ കുരുമുളക് പൊടി 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. തിളച്ച വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ ഇതിലെ ഇറച്ചി നമ്മൾ കോരി മാറ്റിങ്ങാണ്ട് അതൊന്ന് മാഗ്നേറ്റ് ചെയ്തെടുക്കും. പിന്നെ ഇതിലേക്ക് നമ്മൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ പരിപാടി. പിന്നെ പെട്ടെന്ന് തയ്യാറാവും. പിന്നെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ലൊരു അറേബ്യൻ കബ്സ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഈ രീതിയിൽ വെച്ച് നോക്കൊണ്ടു. സംഭവം പൊളിയാണ്, ടേസ്റ്റാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. നമുക്ക് ചിക്കന് ഫ്രൈ ചെയ്തെടുക്കണ എണ്ണ വേണ്ടേനും. എന്നാൽ നമ്മളിതിൽ ചിക്കൻ കണ്ടാൽ ഫ്രൈ ചെയ്ത പോലെ തോന്നും ചെയ്യും. കഴിക്കുമ്പോഴൊക്കെ ഒരു ഫ്രൈ ചെയ്ത ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്യട്ടോ. നമ്മളെ കബ്സ റെഡി ആയിട്ടുണ്ട്. സംഭവം പൊളിയാട്ടോ. കാരണം നമുക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്കിഷ്ടമായി കേട്ടോ. എനിക്കും ഫാമിലിക്കൊക്കെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമായി. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ക്ലീൻ ആക്കാണ്ടായിരുന്നു. കുപ്പികളും ഇതൊക്കെ ക്ലീൻ ആക്കി എടുത്തേക്കാണ്ടായിരുന്നു കേട്ടോ. സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാണ്ടായിരുന്നു. നോമ്പൊക്കെ വരികയല്ലേ, അപ്പോൾ കുപ്പിയും പാത്രമൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി പൊടികളൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ അതൊക്കെ റെഡിയാക്കി എടുത്തു. എല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഈ മസാല ബോൾസൊക്കെ പുതിയ മസാലകളൊക്കെ ആക്കി ക്ലീനാക്കി റെഡിയാക്കി വെച്ചു കേട്ടോ. ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഒന്ന് പുറത്ത് പോയി. സൺഡേ ആയതുകൊണ്ട് അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട് കേട്ടോ. കുട്ടികളായിട്ടൊന്ന് ജസ്റ്റ് പുറത്ത് പോവും. ഞങ്ങളൊരു മിറാക്കിൾസ് കാണാൻ പോയി. അവിടെ പലതരം മീൻ പലതും കാണാണ്ട് കേട്ടോ. കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതാണ് ഉണ്ടായിരുന്നത്. പാട്ടൊക്കെ നല്ല പാട്ടും നമ്മളിവിടുന്ന് പോയ കുട്ടികൾക്കൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിക്കാനും പാടാനും ഒക്കെ ഒരു അവസരമായിട്ട് അവർ ഒരുക്കിയിരിക്കുന്നത്. സംഭവം കിടിലാണ്. ഇതിലേക്ക് കയറാൻ 100 രൂപയാണ്. പിന്നെ നമ്മളവിടെ ചെന്നിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഓരോ കാര്യത്തിൽ കയറണമെങ്കിലും 100 രൂപ വെച്ച് അവർ ഈടാക്കണതാണ്. സംഭവം പൊളിയാട്ടോ. ഞങ്ങൾ രാത്രി ഒരു 9 മണിയായപ്പോഴത്തേനും വീട്ടിലെത്താൻ കണ്ട് തിരിച്ചു. 8 മണി 8:15 ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഡേ മൈ ലൈഫ്. അപ്പോൾ ഇന്നത്തെ ഡേ മൈ ലൈഫ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ കയറി. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വീട്ടിലോട്ട് തിരിച്ചു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.